മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കോറോ ഹെൽത്ത് 900 പേരെ കേരളത്തിൽ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇതിനു ചാടി വീണ് ഇടതുപക്ഷ കേന്ദ്ര സർക്കാരിന്റെ തലയിലോട്ടാ ഓടിക്കയറുന്നത്. CPM നേതാവ് വിളിച്ചറിയാ പിരിച്ചുവിട്ടതിനോ BJP എന്ന്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കോ. ഇതിന് നമുക്ക് ചൂട്ട മറുപടി CPM നേതാവിന്റെ മണ്ടക്കിട്ട് തന്നെ കൊടുക്കാം. നിങ്ങൾ കേട്ടു. അതായത് ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ കേരളത്തിൽ പോലും 900 ആളുകളെ ഒറ്റ അടിക്ക് പിരിച്ചുവിടുകയാണ്. നിങ്ങൾക്ക് ഇനി നാളെ മുതൽ ഇവിടെ ജോലി ഇല്ല എന്ന് പറയുകയാണ്. എവിടെ നിന്നാണ് ഈ ധൈര്യം ഇവർക്ക് കിട്ടുന്നത്? ഇവർക്ക് ഈ ധൈര്യം കിട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ കോഡാണ്. നിങ്ങൾ കേട്ടില്ലേ, രാജ്യത്തെ ചെറുപ്പക്കാരൊക്കെ എന്തോ നഷ്ടപ്പെടാതെ നാളല്ലേ. ഈ കേരളത്തിൽ നിന്നാണ് അവർ ഓടി രക്ഷപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ കമ്പനി ആളെ എടുക്കുന്നത് കൂട്ടാൻ പോവാ. കേരളത്തിൽ നിന്ന് എന്താ ഓടുന്നത്? കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷമുള്ളൂ, സമരമുള്ളൂ. ഈ 900 ആളുകളെയും അടികൂടി അവിടെ പോയിട്ട് കയറ്റണം എന്ന് പറഞ്ഞ് ഞെട്ടിക്കല ഷോ, വലിയ ഷോ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ നടത്തുന്നത്. ഇനി ഏതെങ്കിലും കമ്പനികളൊക്കെ ഇവരുടെ ഷോ കാരണം ഇങ്ങോട്ടേക്ക് എത്തുമോ? ലളിതമായ ചോദ്യ. ഈ തൊഴിൽ കോഡൊക്കെ തൊഴിലാളികൾക്കുൾപ്പെടെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ആ തൊഴിൽ കോഡൊക്കെ എന്താണ് എന്നൊന്ന് പഠിക്കണം. ഈ CPM MLA പറയുന്നത് ചാടി വീണ് മുതലാളിമാർക്കെതിരെ തോന്നിയത് വിളിച്ചു പറയുന്ന ആ ആശയമൊക്കെ തകർന്ന് തരിപ്പണായില്ലേ. അതൊക്കെ അട്ടർ വേസ്റ്റ് ആണ്. എല്ലാവരും ഒരുമിച്ച് ഈ സംഭവങ്ങൾ മുന്നോട്ട് പോകും. ഈ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇവരില്ലാത്ത സംസ്ഥാനങ്ങളിലേക്കാണ് ഇപ്പോ ഈ കോറോ ഹെൽത്തും ആളെ എടുക്കാൻ പോകുന്നത്. അതാ യാഥാർത്ഥ്യം. എന്തുകൊണ്ടാ പിരിച്ചുവിടുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു ഉത്തരം പിരിച്ചുവിട്ടതിലെ ഒരു പ്രതിനിധി ചാനൽ ചർച്ചയിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും. കോറോ ഹെൽത്തിന് ഇന്ത്യയിൽ മറ്റ് നഗരങ്ങളിലും സെന്ററുകളുണ്ട്. ഇപ്പോൾ കേരളത്തില് കൊച്ചിയിലും കോഴിക്കോടും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ യൂണിറ്റുകൾ അല്ലെങ്കിൽ കേരളത്തിലെ സെന്ററുകൾ ക്ലോസ് ചെയ്യുക എന്നുള്ള സമീപനം എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ 2 ലൊക്കേഷനാണല്ലോ കോഴിക്കോടും കൊച്ചിയിലുള്ളത്. രണ്ടും പൂർണ്ണമായും അവർ ക്ലോസ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ യാതൊരുവിധ ഐഡിയയില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ഞങ്ങൾക്ക് ചിന്തിക്കുക, ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങളൊരു 5-6 തവണ ലേബർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. കാരണം ശനി ഞായർ ദിവസങ്ങളിൽ അമിതമായി ജോലി ചെയ്യേണ്ടി വരുന്ന, അതും ഒരു ശനിയാഴ്ച ആണെങ്കിലും ഒക്കെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസത്തോളം, അതായത് ഒരു മാസത്തിൽ 2 ശനി ഞായറും കഴിഞ്ഞ് അടുത്ത ശനി ഞായറും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ബ്രേക്ക് വേണം, ഇത്രയും 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആർക്കും വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ, ഓക്കെ, അങ്ങനെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ആ സമയങ്ങളിൽ അവർ അതിനൊരു സൊല്യൂഷൻ കാണുകയും പിന്നീട് ഞങ്ങൾ വീണ്ടും നിർബന്ധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഫിക്സ്ഡ് ടാർഗറ്റ് ഒരു ദിവസം അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി അവർ 9 മണിക്കൂർ എന്ന നിശ്ചിത സമയത്തിനേക്കാൾ അധികം 12 മണിക്കൂറോളം ഞങ്ങളെ, അതായത് ഒരു രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ വർക്ക് ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പലർക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആണെന്ന് തോന്നുന്നു. അതൊക്കെ ആവാം, അതിന് ഞങ്ങൾ പ്രതികരിച്ചത് കൊണ്ടാവാം ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കേട്ടില്ലേ, ഇത് കോറോ ഹെൽത്തിൽ ജോലി ചെയ്ത ജീവനക്കാരൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതാ. എന്താ പറയുന്നത്? 15 ദിവസം തുടർച്ചയായിട്ട് ശനിയാഴ്ച ഉൾപ്പെടെ ജോലി ചെയ്യിപ്പിച്ചു, 9 മണിക്കൂർ ജോലി എടുപ്പിച്ചു, ഞങ്ങൾക്ക് ലീവില്ലാത്ത ഞങ്ങൾ ഒരുപാട് പരാതി കൊടുത്തു. ഈ കാരണം തന്നെ ധാരാളല്ലേ. ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അഭിലാഷിന് പോലും പുച്ഛ തോന്നിയിട്ടുണ്ടാവും. കാരണം എന്താ, രാത്രി 8 മണിക്കാ, രാത്രി ഇരുന്നിട്ട് ചാനൽ ചർച്ച ചെയ്ത് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളോടാ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ടത്. ശനിയാഴ്ച 9 മണിക്കൂറൊക്കെ പണിയെടുപ്പിച്ചിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോ യഥാർത്ഥത്തിൽ അഭിലാഷിന് പോലും പുച്ഛ തോന്നിയിട്ടുണ്ടാവും. പുറത്ത് കാണിക്കാതെ അദ്ദേഹത്തിന്റെ ആ ചാനൽ ചർച്ചയിൽ അവതാരകൻ എന്ന നിലയിൽ മാന്യത കൈവിടാതെ മുന്നോട്ട് പോയതാ. ഈ ചർച്ചയിൽ ഒരു തർക്കമില്ല വേണ്ട. കാരണം എന്താ, ഈ ചാനൽ ചർച്ചയിൽ ഈ അഭിലാഷ് 9 മണിക്കൂർ ഈ പറയുന്ന ജോലി ചെയ്ത് ഇവിടെ കേരളത്തിൽ ഓരോ ചർച്ചകളും നടത്തി ഇവിടെയുള്ള അവതാരകര് ഈ 9 മണിക്കൂറാണ് പണിയെടുക്കുന്നത്. ഇവിടെ അഭിലാഷ് രാത്രി എല്ലാ ദിവസവും രാത്രി ചാനൽ ചർച്ചയല്ലേ. അഭിലാഷ് മാത്രമാണോ? നേരെ ഇപ്പുറത്തേക്ക് എടുത്തിയാൽ റിപ്പോർട്ടർ ചാനൽ അരുണ്. രാഷ്ട്രീയമായിട്ട് ഇവരോടൊക്കെ കൃത്യമായിട്ട് വിയോജിപ്പുണ്ട്. പക്ഷെ ഇവരൊക്കെ നന്നായിട്ട് പണിയെടുക്കും, നന്നായിട്ട് ജോലി എടുക്കും. രാവിലെ 7 മണിക്കെങ്കിലും ഇവർ തുടങ്ങും ഇവരുടെ ജോലി. രാത്രി ഏത് സമയത്താ പോകുന്നത് എന്ന് അവർക്കേ അറിയൂ. അവരൊന്നും 5 മണിക്കൂർ 8 മണിക്കൂർ പണിയെടുത്ത് നിർത്തുന്നവരല്ല. അത് അരുൺകുമാർ ആവട്ടെ, ഇനി 24 ന്യൂസിലേക്ക് പോയിട്ട് ഹാഷിമി താജ് ഇബ്രാഹിം ആവട്ടെ, അവിടെയുള്ള ശ്രീകണ്ഠൻ നായർ ആവട്ടെ,
ഇങ്ങനെ ഇവരൊക്കെ തന്നെ മത്സരിച്ച് പണിയെടുക്കുക. അത്തരം ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഞങ്ങൾ 9 മണിക്കൂർ ഞങ്ങളെ പണിയെടുപ്പിക്കും, ഞങ്ങൾ ശനിയാഴ്ച ലീവ് എടുക്കാൻ സമ്മതി. ഇതൊരു മത്സരത്തിന്റെ ലോക. ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഈ ഡയലോഗ് അടിച്ച കുഞ്ഞുമോനോട് പറയാനുള്ളത്, ആ ചാനൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന പോലീസുകാരനോട് ചോദിക്കണോ എത്ര സമയ ജോലി ചെയ്യാതെ എങ്ങനെയാ ലീവ് കിട്ടിയെന്ന്. എന്റെയൊക്കെ കുടുംബത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ കുടുംബത്തിലൊരു പ്രോഗ്രാമിന് വരണമെങ്കിൽ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടാ ഒരു ലീവ് അവർക്ക് കിട്ടുക. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ, നമ്മൾ നേരിട്ടറിയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, ഞായറാഴ്ച പോലും ലീവ് എടുക്കാതെ വീട്ടിലിരുന്ന് പണിയെടുക്കൂ. അങ്ങനെയുള്ള അതായത് ഗവൺമെന്റ് ജോലികൾ പോലും വലിയ രീതിയിൽ ആത്മാർത്ഥതയിട്ട് ജോലി ചെയ്യുന്ന ഒരു കാലത്ത് ഇതൊരു മത്സരത്തിന്റെ ഒരു കമ്പനിയല്ലേ, മത്സരത്തിന്റെ ലോകത്ത് ഇവർക്ക് ലീവ് കിട്ടണം, അതിന് കേസ് കമ്പനിക്കെതിരെ പരാതി കൊടുക്കുക, ശനിയാഴ്ച ലീവ് വേണം, ഇവരൊക്കെ പിരിച്ചുവിട്ടില്ലേ. ഇതൊരു മത്സരത്തിന്റെ ലോകാണ്. നിങ്ങൾ ഈ 900 പേരോട് അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് പറയാ, ഇടതുപക്ഷക്കാർ വരും, അവർക്ക് സമരം ചെയ്താലേ ജീവിക്കാൻ പറ്റൂ. അവര് ഇക്കാലം അത്രയും അത്തരത്തിൽ തന്നെയാ മുന്നോട്ട്. ഇന്നത് തകർന്ന് തരിപ്പണം ഈ രാജ്യത്ത് ഉപ്പുവെച്ച കലം പോലെ ആയിട്ടുള്ളത് ഇവരുടെ ഈ നയം കൊണ്ടൊക്കെ തന്നെയാ. ബോധവും ബുദ്ധിയും വെക്കുന്നതിനനുസരിച്ച് ഇടതുപക്ഷത്തെ ആളുകൾ തള്ളു. ഇവർ ഈ സമരക്കായിട്ട് വരും, ചാടി വീയും, വലിയ പുകിലൊക്കെ ഉണ്ടാക്കും. ഇതെനിയും കേരളത്തിലേക്ക് കമ്പനികൾ വരാതിരിക്കുള്ളൂ. ഈ ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് ലാഭം വേണോ? നമ്മൾ ഈ തൊഴിൽ കോഡും ഈ തൊഴിൽ നിയമത്തിൽ അപ്പുറമായിട്ട് ഒരു സ്വകാര്യ കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിലല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് അവിടെ നാളെ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള സർക്കാരുകൾ കൃത്യമായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, എന്താ കോൺഗ്രസിനെതിരെ പറയാൻ സാധിക്കാത്ത? ഇനി ഇത് കോൺഗ്രസിനെയോ BJP ഒക്കെ പറയുന്നതിലപ്പുറം ഇതൊരു മത്സരത്തിന്റെ ലോകമാണ്. കഴിവുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ ഹെൽത്തോ ഇത് നോക്കിയിരിക്കണോ? ആ 900 പേരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് മികവുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത കമ്പനികളിലേക്ക് പോകൂ. അവിടെ കരഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് മത്സരത്തിന്റെ ലോക. ഇവിടെ കുറ്റം പറഞ്ഞ് ഈ കമ്മികളെയും നോക്കി പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമല്ല. അവസരങ്ങൾ ലോകം മൊത്ത അവസര. ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ സമരം ചെയ്യുമ്പോ ഗൾഫിൽ ജോലി ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്, റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ആളുകൾ ഉണ്ടാവില്ല. ഒന്ന് വിളിച്ചു നോക്കണം. 9 മണിക്കൂറാണ് അവിടെ ജോലി. അവിടെ എല്ലാ ശനിയും ഞായറും ലീവ് ഉണ്ടോ? ഏത് മേഖലയിലുള്ള, അല്ലാതെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, അവിടെ ശനിയും ഞായറൊക്കെ ലീവ് കിട്ടുമോ? ഇതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. അവിടെ 9-8 മണിക്കൂറേ ജോലിയുള്ളോ? ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണോ. ലോകം മൊത്തം മത്സരമാ. അപ്പയാ ഇവിടെ ഒരുപാട് കേസും പരാതിയൊക്കെ ആയിട്ട് നടന്നാൽ പിരിച്ചുവിടൂലേ? ഈ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ ആളെ കിട്ടിയില്ലേ? ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. വിവരവും വിവേകവും ഉള്ള പുതുതലമുറ വലിയ രീതിയിൽ ഇന്ത്യയിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കമ്പനി നിങ്ങളെ ജോലിക്കെടുത്താൽ പരമാവധി കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് തന്നെയാ. ഇത് വലിയൊരു യാഥാർത്ഥ്യ. ഇതിന് ഇവിടത്തെ നിയമം, ഒരു കമ്പനി ഓടണമെങ്കിൽ ആ കമ്പനിക്ക് ലാഭം വേണോ? അതൊരു യാഥാർത്ഥ്യം. ഇതൊരു മത്സരത്തിന്റെ ലോകം. ഇവിടെ കിടന്ന് അമ്മി കളിച്ച് ഈ കിടന്ന് BJPക്കെതിരെയൊക്കെ പറയുമ്പോ ഒക്കെ മാന്യമായിട്ട് തിരിച്ചറിവോട് കൂടിയിട്ട് 900 ആളുകളോടും പറയാൻ, നിങ്ങൾ പുതിയ അവസരങ്ങൾ തേടിപ്പോവും. വെറുതെ അവിടെ ഇരുന്ന് സമയം പോക്കും. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം തോന്നാം, ആ പിരിച്ചുവിട്ട ആളുകളോടാണ് ദേഷ്യം തോന്നാം. പക്ഷെ യാഥാർത്ഥ റിയാലിറ്റിയാ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ പുതിയ അവസരങ്ങൾ തേടൂ. കമ്പനികൾക്ക് ലാഭമില്ലെങ്കിൽ അവർ തുടരില്ല. ഇവരുടെ ഈ ചൊപ്പ സമരം കണ്ടാല് അങ്ങ് എന്തെങ്കിലും ചെയ്താലും ഇതിനൊന്നും ആയുഷ്കാലം ഇതൊന്നും ഒരുപാട് കാലത്തേക്ക് നീളില്ല. ഈ ചർച്ചയും ഞെട്ടി. ഇവിടെ ലാഭം സ്വകാര്യ കമ്പനികളിൽ ലക്ഷ്യം ലാഭമാ, ചാരിറ്റി അല്ല. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഇവിടെ എന്തുകൊണ്ട് ഈ കമ്പനികൾ തുടരുന്നില്ല എന്നൊക്കെ കോൺഗ്രസ് സർക്കാരൊക്കെ തീരുമാനിക്കട്ടെ. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഈ 9 മണിക്കൂറും ശനിയും ഒക്കെ ലീവും ഒക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ വീട്ടിലിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ അവസരങ്ങൾ, ഇവിടെ ലോകം മൊത്തം അവസരം, വലിയൊരു സാധ്യതയുണ്ട്. ഇവിടെ ഇരുന്ന് ലോകം മൊത്തമുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കൂ. അതേപോലെ തന്നെ 24 മണിക്കൂറും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഒന്ന് ഈ റിയാലിറ്റികളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ആ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഇതൊക്കെ പറയുമ്പം തന്നെ അഭിലാഷ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകൻ തന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവരെയൊന്നും പിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതിലൊന്നും ഒരു ദേഷ്യം തോന്നാൻ കണ്ടില്ല. ഇതൊന്നും കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. റിയാലിറ്റി ഇതാണ്. നിങ്ങളൊക്കെ പുതിയ അവസരങ്ങൾ തേടി മറ്റ് കമ്പനികളിലേക്ക് പോവാൻ നോക്കൂ.